അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾസ്, അതായത് ത്രികോണത്തിൻ്റെ പരപ്പളവുകൾ. നമുക്കറിയാം, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും ഈക്വലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? സമഭുജ ത്രികോണം എന്ന് പറയും അല്ലേ? അതായത് ഇതാണ് നമ്മുടെ ഈക്വലായിട്ട് ട്രയാങ്കിൾ, അതായത് 3 വശങ്ങളും ഈക്വൽ. ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം A സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. A സെൻറ്റിമീറ്റർ ആണ് ഓരോ വശത്തിൻ്റെയും നീളം. അപ്പോൾ നമുക്കറിയാം, ഒരു ത്രികോണത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? അര BH അല്ലേ? ഏരിയ ഹാഫ് BH. ഇതിൽ B എന്ന് പറയുന്നത് ബേസിൻ്റെ നീളം അല്ലേ? പിന്നെ H എന്ന് പറയുന്നതോ ഇതിൻ്റെ ഹൈറ്റ് അല്ലേ? ലംബമായ ദൂരമാണ് H. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ലംബമായ ദൂരം എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ H. അപ്പോൾ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി വെച്ചായിരിക്കും അല്ലേ? 90 ഡിഗ്രി ഉള്ള 2 ത്രികോണങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇതാണ് H അല്ലേ? H. ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ എങ്ങനെ കാണാം? ഹാഫ് BH ഈക്വൽ ടു അര ഇൻറ്റു B. ബേസിൻ്റെ നീളത്തിലാണ് ഇവിടെ A ആണ് അല്ലേ? A ഇൻറ്റു H. H എത്രയാണ് വരിക? H നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ H എങ്ങനെ കണ്ടുപിടിക്കാം? H ഈസ് ഈക്വൽ ടു, ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നമുക്കൊരു മട്ടത്രികോണം കിട്ടി അല്ലേ? ഇത് കർണം, അതിൻ്റെ നീളം A. ഇത് ഈ മട്ടത്രികോണത്തിൻ്റെ ബേസ് ഇവിടെ മുതൽ ഇവിടം വരെ അല്ലേ? അതായത് ഇത് മൊത്തം നീളം A ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയായിരിക്കും? A/2. ഇനി ഇത് H അല്ലേ? അപ്പോൾ നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് Hൻ്റെ നീളം കാണാം അല്ലേ? എങ്ങനെ കിട്ടും? H² ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ A² മൈനസ് A/2 ഹോൾ സ്ക്വയർ. മനസ്സിലാവണില്ലേ? അതായത് A² മൈനസ് A/2 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം A-ൻ്റെ സ്ക്വയർ കാണാം, പിന്നെ അടിയിൽ B2ൻ്റെ സ്ക്വയറും കാണാം അല്ലേ? അപ്പോൾ A-യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² ബൈ 2ൻ്റെ സ്ക്വയർ 4. ഇനി നമുക്ക് A² മൈനസ് A² ബൈ 4 അല്ലേ? എങ്ങനെയാണ് മൈനസ് ചെയ്യാം? നമുക്കറിയാം, ഇവിടെ ഛേദങ്ങൾ വ്യത്യസ്തങ്ങളാണ് അല്ലേ? അപ്പോൾ എന്ത് വേണം? നമ്മൾ കോമൺ ആയിട്ട് എഴുതെടുക്കാം. ഇവിടെ 1 ആണ്, 1 അടിയിൽ 1 ഉണ്ട്, 1 × 4 4. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് 4 എടുത്തു. ഇനി എന്ത് വേണം? ഇവർ തമ്മിൽ ഗുണിക്കും അല്ലേ? ഓർമ്മയുണ്ടല്ലോ, ഇവർ തമ്മിൽ ഗുണിക്കും. ഇതിൻ്റെ അംശവും ഇതിൻ്റെ ഛേദവും. അപ്പോൾ 4 × A², 4A², ചിഹ്നം മൈനസ്. ഇനി എന്ത് വേണം? ഇതിൻ്റെ ഛേദവും ഇതും അല്ലേ? അപ്പോൾ 1 × A², A². ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? 4 × 1 4. ഇനി നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം ഇതാണ് ഗുണിക്കേണ്ടത്. മറക്കരുത്, ഇത് ഗുണിക്കരുത്. ആദ്യം ഇവർ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 4 × A², 4A², പിന്നെ ഇവർ തമ്മിൽ ഗുണിക്കുക. 1 × A², A². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4A² മൈനസ് A². 4A² ന്ന് 1A² പോയി കഴിഞ്ഞാൽ 3A² ബൈ 4. അപ്പോൾ H² ആണ് 3A² ബൈ 4. അങ്ങനെയാണെങ്കിൽ H എന്ത് വരും? H ഈസ് ഈക്വൽ ടു റൂട്ട് അല്ലേ? ഇതിൻ്റെ റൂട്ട് കാണണം. 3A² ബൈ 4 അതിൻ്റെ റൂട്ട് കാണണം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും റൂട്ട് കാണാം. ഒന്ന് √3. √3 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ √3 തന്നെ. A² റൂട്ട് എത്രയാണ്? A അല്ലേ? ഏത് സ്ക്വയറിൻ്റെയും റൂട്ട് അത് ആ സംഖ്യ എന്നാണ് നാം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ക്വയറും റൂട്ടും വെട്ടിപ്പോയി, ക്യാൻസൽ ചെയ്തു പോകും അല്ലേ? അപ്പോൾ A² റൂട്ട് എന്താണ്? A തന്നെയാണ്. ബൈ 4ൻ്റെ റൂട്ട് എന്താണ്? 2. അപ്പോൾ നമുക്ക് കിട്ടി √3/2A. അപ്പോൾ ഇതാണ് H. ഇപ്പോൾ H ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇനി നമുക്ക് ഏരിയ കാണാൻ എന്ത് വേണം? ഏരിയ അര BH. ബിക്ക് പകരം നമ്മൾ A, ഒരു വശത്തിൻ്റെ നീളം A എന്ന് കൊടുത്തു. ഇനി നമുക്ക് H കിട്ടി അല്ലേ? എത്രയാണ്? √3/2A. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ ഏതൊക്കെ ഉണ്ട്? A ഉണ്ട്, √3 ഉണ്ട്, A ഉണ്ട് അല്ലേ? അപ്പോൾ √3 പിന്നെന്താണുള്ളത്? മുകളിൽ A × A² ഉണ്ട് ബൈ 2 × 2 4. അപ്പോൾ നമുക്ക് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ, അതായത് ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. എന്താണ് ഏരിയ? √3/4A². ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതാണ് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ. അപ്പോൾ ഇത് മറക്കില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ സമഭുജ ത്രികോണം, ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണ് ട്രയാങ്കിൾ? സമപാർശ്വ ത്രികോണം അല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾ.
ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങൾ ഈക്വൽ അല്ലേ, നമുക്കറിയാം രണ്ട് വശങ്ങൾ ഈക്വൽ. ഇപ്പം ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇപ്പോൾ ഇതൊരു 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം, ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇതൊരു എന്താണ് സമപാർശ്വ ത്രികോണമായി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കാണും? ഇവിടെ ഇക്വേഷൻ ഹാഫ് ബി എച്ച് തന്നെയാണ് അല്ലേ, ഹാഫ് ബി എച്ച് തന്നെയാണ്. ഇവിടെ നമുക്ക് എച്ച് ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 2 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇത് കിട്ടി, ഈ വശം കിട്ടി. അങ്ങനെയാണെങ്കിൽ എച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അത് വെച്ചിട്ട് നമുക്ക് എച്ച് കിട്ടും. എച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഹാഫ് ബി എച്ചിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഏരിയ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 വശങ്ങളും വ്യത്യസ്തങ്ങളായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏരിയ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിതൊന്ന് മായ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ 3 വശങ്ങളും വ്യത്യസ്തങ്ങളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു 8 സെൻറ്റിമീറ്റർ, ഇത് ഒരു 7 സെൻറ്റിമീറ്റർ, ഇത് ഒരു 3 സെൻറ്റിമീറ്റർ. ഈ ത്രികോണത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? അപ്പോൾ ഇവിടെ നമുക്ക് 3 വശങ്ങളുടെ നീളങ്ങൾ അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത്തിരി നീട്ടിയിട റൂട്ട് നമുക്ക് ആവശ്യം വരും, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് ഈ ഇക്വേഷൻ. അപ്പോൾ എന്താണ് എസ്, എന്താണ് എ ബി സി അല്ലേ. ഇവിടെ എ ബി സി എന്ന് പറയുന്നത് എന്താണ്? 3 വശങ്ങളുടെ നീളങ്ങൾ. അതായത് എയും ബിയും സിയും എന്താണ്? സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ വശങ്ങളുടെ നീളങ്ങളാണ് എയും ബിയും സിയും. അപ്പോൾ ഇവിടെ എസ് എന്താണ്? എസ് എന്ന് പറയുന്നത് 3 വശങ്ങളെ നീളങ്ങളും കൂടി കൂട്ടാം. അതായത് എയും ബിയും സിയും തമ്മിൽ കൂടി കൂട്ടുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് എസ്. അപ്പോൾ എയും ബിയും സിയും 3 വശങ്ങൾ. എസ് എന്ന് പറയുന്നാൽ എയും ബിയും സിയും കൂടി കൂട്ടുക, അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 3 വശങ്ങളും കൂടി കൂട്ടുമ്പോൾ എന്താ പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയാം അല്ലേ, ചുറ്റളവ് എന്ന് പറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് ചുറ്റളവിൻ്റെ പകുതി എന്ന് പറയാം, P/2 എന്ന് പറയാം, പെരിമീറ്ററിൻ്റെ പകുതി. അപ്പോൾ ഈ ഇക്വേഷൻ ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പോലും പരീക്ഷയ്ക്ക് വരും. മനസ്സിലായില്ലേ? അതിൽ എസ് എങ്ങനെ കാണാം? എ പ്ലസ് ബി പ്ലസ് C/2. അപ്പോൾ ഈ 3 ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. മനസ്സിലായല്ലോ? ഇപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഏരിയ കാണണം. അപ്പോൾ എങ്ങനെ കാണാം? ഏരിയ ഈസ് ഈക്വൽ ടു എങ്ങനെ കാണാൻ പറ്റും നമുക്ക്? റൂട്ട് ഓഫ് എസ്. എസ് എത്രയാണ് ഇവിടെ വരാം? എസ് ഈസ് ഈക്വൽ ടു എത്ര വരും? എ പ്ലസ് ബി പ്ലസ് C/2 അല്ലേ. അതായത് 8 പ്ലസ് 7 പ്ലസ് 3/2. അപ്പോൾ എത്ര വരും? 7 3 10 8 18/2, അതായത് 9. ഇവിടെ എസ് നമുക്ക് കിട്ടി 9. അപ്പോൾ ഇവിടെ എസിന് പകരം 9 കൊടുക്കാം. അപ്പോൾ 9 ഇൻറ്റു എസ് മൈനസ് എ, 9 മൈനസ് എ എത്രയാണ്? 8 ഒരു വശം, ഇൻറ്റു എസ് മൈനസ് ബി. അപ്പോൾ എസ് മൈനസ് 7, സോറി എസ് അല്ല ഇവിടെ, 9 മൈനസ് 7 ഇൻറ്റു എസ് മൈനസ് സി, 9 മൈനസ് അടുത്ത വശം ഏതാണ്? 3. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത് എ ആണ്, ഇത് ബി, ഇത് സി. ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ഇൻറ്റു 9 മൈനസ് 8 1 ഇൻറ്റു 9 മൈനസ് 7 2 ഇൻറ്റു 9 മൈനസ് 3 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് 9 അല്ലേ, റൂട്ട് 9. 9 നമുക്ക് റൂട്ട് ഉണ്ട്, അപ്പോൾ 9 അങ്ങനെ തന്നെ എടുക്കട്ടെ തൽക്കാലം. ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 6 എത്ര വരും? 6 ഇൻറ്റു 2 12 അല്ലേ, 12. അപ്പോൾ ഇവിടെ റൂട്ട് 12 നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടിയും അതിനെ മാറ്റാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തെന്ന് എഴുതാൻ പറ്റും? റൂട്ട് 9 ഇൻറ്റു 4 ഇൻറ്റു 3 ആണ് 12 അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 3 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് 9 എത്രയാണ്? 3. റൂട്ട് 4 എത്രയാണ്? 2 അല്ലേ. ഇനി ബാക്കി അതാ ഉള്ളത് റൂട്ട് 3. അതായത്
3 ഇൻറ്റു 2 6, 6√3. ഇനി നമുക്ക് √3ൻ്റെ വാല്യൂ ഇതിൽ ഗുണിച്ചിട്ട് കഴിഞ്ഞാൽ ഉത്തരമായി. അത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാം ഈ സ്ഥലം അളക്കാൻ വരുന്നവരല്ലേ, വില്ലേജിൽ നിന്ന് മറ്റു സ്ഥലം അളക്കാൻ വരുന്നത് സ്ഥലങ്ങൾ പല ഷേപ്പിലായിരിക്കും എടുക്കുക അല്ലേ. സ്ക്വയർ ആയിട്ടൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ത്രികോണമായിട്ടൊന്നും ആയിരിക്കും എടുക്കില്ല, പല ഷേപ്പിൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതേ രൂപത്തിലുള്ള സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതേ രൂപത്തിലുള്ള സ്ഥലമാണ്. ഈ സ്ഥലം എങ്ങനെ അളക്കുക? അവരളക്കുന്നത് കണ്ടിട്ടില്ലേ? അവരെന്ത് ചെയ്യും? ഈ കോർണറിലൊക്കെ ഒരു കുറ്റി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവരിതിനെ ത്രികോണങ്ങളായിട്ട് തിരിക്കും അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ ഇതൊരു മൂലയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു മൂല, ഇതിങ്ങനെ വള്ളി വെച്ച് അല്ലെങ്കിൽ കയറ് വെച്ചിട്ട് ഇങ്ങനെ മുട്ടിക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടുത്ത മൂലയിൽ നിന്ന് ഇങ്ങനെ മുട്ടിക്കും. അത് കഴിഞ്ഞാൽ ഈ മൂലയിൽ നിന്ന് ഇങ്ങനെ മുട്ടിക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂല ഇങ്ങനെ മുട്ടിക്കും. അത് കഴിഞ്ഞപ്പോഴത്തെ ഇവിടെ ഒരു മൂല ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ മുട്ടിക്കും. അങ്ങനെ ഇവരെന്ത് ചെയ്യും? ഇതിനെ ഓരോ ത്രികോണങ്ങളാക്കി മാറ്റും. അതിനുശേഷം എന്ത് ചെയ്യും? ഇവർ ഈ ത്രികോണങ്ങളുടെ ഓരോന്നിൻ്റെയും നീളം അളക്കും. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ഓരോ ത്രികോണങ്ങളുടെയും ഏരിയ കാണും. അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? ഭൂമിയുടെ മൊത്തം അളവ് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ ഏരിയ = √(s × s - a × s - b × s - c) അല്ലേ. ഈ സൂത്രവാക്യം, ഈ ഫോർമുലയെ ഒരു പേരുണ്ട്, ഹെറോൺസ് ഫോർമുല എന്നാണ് ഇത് അറിയപ്പെടുക. ഹെറോൺസ് ഫോർമുല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ അതിനെക്കുറിച്ച് അറിയേണ്ടവരെന്ത് ചെയ്യാം? നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അവസാനം അത് വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 96 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എന്താണത്? നമുക്കിവിടെ 3 സമഭുജ ത്രികോണങ്ങളുടെ വശങ്ങളുടെ അളവുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഏരിയ നാം കാണണം. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ എങ്ങനെയാണ് കാണുക? √3/4 a² അല്ലേ. അപ്പോൾ ഏരിയ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്, മറക്കണ്ട. അപ്പോൾ √3/4 a². ഇവിടെ നമുക്ക് എയുടെ വില തന്നിട്ടുണ്ട്, എത്രയാണ്? 10 അല്ലേ. അപ്പോൾ ഏരിയ = √3/4 × a². a² എത്രയാണ്? 10ൻ്റെ സ്ക്വയർ. അതായത് √3/4 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100. ഇവിടെ അടിയിൽ 4, മുകളിൽ 100 അല്ലേ. നമുക്കതിന് വെട്ടിക്കളയാം അല്ലേ. 4 കൊണ്ട് നമുക്ക് 100 ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം 1 പോകില്ല, 10 എത്ര പ്രാവശ്യം പോകും? 4 2 പ്രാവശ്യം അല്ലേ. 2 × 4 8 ആണ് വരിക. അപ്പോൾ 8 വന്നാൽ ബാക്കി ഇവിടെ 2 ഉണ്ട്. ഇവിടെ 2ഉം ഒരു 0, അപ്പോൾ 20. 20ൽ 4 എത്ര പ്രാവശ്യം പോകും? 4 20 അല്ലേ, 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് വെട്ടിപ്പോയി. നമുക്ക് എന്ത് കിട്ടി? 25√3. അതായത് 25 × √3 എത്രയാണ്? 1.732. അപ്പോൾ ഒന്ന് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ഉത്തരം കിട്ടി. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കിയാൽ 1. അപ്പോൾ നമുക്ക് ഗുണിക്കുമ്പോൾ 4 3 3 0 0 കിട്ടും അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നോക്കിയാൽ 1 2 3 സ്ഥാനം. അപ്പോൾ 3 സ്ഥാനം നീക്കി നമുക്ക് പോയിന്റ് ഇടണം. 1 2 3. അപ്പോൾ അവിടെ വരും 43.3. ഏരിയയാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് അടുത്ത് നോക്കിയാൽ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ = ഏരിയ √3/4 a² √3/4 ഇൻറ്റു എത്രയാണ്? 5. അപ്പോൾ 5 സ്ക്വയർ √3/4 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ ഇവിടെ നമുക്ക് 25ന് 4 കൊണ്ട് അല്ലേ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പോയിന്റ് വരും. അപ്പോൾ ഒന്നുകിൽ ആദ്യം 25ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ നമുക്ക് എന്ത് ചെയ്യുക? √3 കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ √3ൻ്റെ വില കൊടുത്തിട്ട് 25നെ ഗുണിക്കുക, അതിനുശേഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 25നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക ആദ്യം. അങ്ങനെയാണെങ്കിൽ 25 ഹരിക്കണം 4. 2 പോവില്ല. 6 4 24 അല്ലേ. 6 4 24. ബാക്കി 1. ഇനി അരക്കിടാനൊന്നുമില്ല, അപ്പോൾ പോയിന്റ് ഇട്ടു, 0 ചേർത്തു. 10ൽ 2 പ്രാവശ്യം അല്ലേ. 2 പ്രാവശ്യം 4 × 2 8. അപ്പോൾ 2. ഇനി നമ്മളൊരു 0 ചേർത്തു. ഇനി 20ൽ 4 5 പ്രാവശ്യം അല്ലേ. അപ്പോൾ 5 × 4 20. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 6.25 അല്ലേ.
25 4 കൊണ്ട് ഹരിച്ചപ്പോൾ 6.25. അപ്പോൾ നമുക്ക് 6.25 ഇൻറ്റു √3. √3യുടെ വില എത്രയാണ്? 1.732. അപ്പോൾ നമുക്ക് ഇവർ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കണം. അപ്പോൾ 1.732 ഇൻറ്റു 625. പോയിന്റ് നമുക്ക് അവസാനം ഇട്ടാൽ മതി. അപ്പോൾ പോയിന്റ് ഇല്ലാണ്ടൊന്ന് ഗുണിച്ച് നോക്കിയാൽ എല്ലാവരും. അപ്പോൾ നമുക്ക് ഗുണിക്കുമ്പോൾ 10.82500 ഇത് കിട്ടും. ഇനി നമ്മൾ ഇതിൽ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? ഇവിടെ നോക്കിയാൽ 1 2, ഇവിടെ 1 2 3 അല്ലേ? അപ്പോൾ 3 2 5. അപ്പോൾ 5 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 1 2 3 4 5. അപ്പോൾ 10 പോയിന്റ് വരും. അപ്പോൾ 10.825 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ 2 പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം കഴിഞ്ഞാൽ അടുത്തത് 5 ആണ് അല്ലേ? അപ്പോൾ 5 അതിന് മുകളിലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 1 ഇതിലേക്ക് കൂട്ടി എഴുതാം അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 10.83 എന്നും എഴുതാം. ഇനി നമുക്ക് മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എത്രയാണ്? √3 അല്ലേ? അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഏരിയ √3/4 A² ഈക്വൽ ടു √3/4 ഇൻറ്റു എത്രയാണ്? √3. അപ്പോൾ √3ൻ്റെ സ്ക്വയർ. അതായത് √3/4 ഇൻറ്റു √3ൻ്റെ സ്ക്വയർ എത്രയാണ്? 3 തന്നെ അല്ലേ? അത് റൂട്ടിൻ്റെ സ്ക്വയർ ആ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ 3. അപ്പോൾ ഇതിനേക്കാൾ ചെറിയ സംഖ്യയാണ് മുകളിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഇവർ തമ്മിലൊന്ന് ഗുണിക്കുക. അപ്പോൾ √3ൻ്റെ വില എത്രയാണ്? 1.732 ഇൻറ്റു 3 6 9 1 5. അപ്പോൾ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. 1 2 3. അപ്പോൾ 5.196. അപ്പോൾ ഇവർ തമ്മിൽ ഗുണിച്ചപ്പോൾ 5.196/4. അപ്പോൾ ഒന്ന് ഹരിച്ചു വയ്ക്കേ. 5.196 ഹരിക്കണം 4. ഹരിക്കാൻ മടിയുള്ളവരൊക്കെ ഒന്ന് മടിയൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഹരിച്ച് പഠിക്കട്ടെ. സ്പീഡാക്കുക ഹരിക്കലൊക്കെ. നോക്കിയാൽ 5 അല്ലേ? 5നെ ഡിവൈഡ് ചെയ്യാം 4 കൊണ്ട്. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 1 × 4 4. മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 1. ഇനി എന്താണുള്ളത്? പോയിന്റ് ആണുള്ളത് അല്ലേ? ഇനി ഇറക്കിടാൻ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പോയിന്റ് ഇവിടെ കയറ്റിയിടാം. ഇനി അടുത്തത് നമ്മൾ ഇറക്കിയിട്ട് 1. അപ്പോൾ നമുക്കിവിടെ 11 കിട്ടി. 4 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം അല്ലേ? 2 × 4 8. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 3. ഇനി അടുത്ത ആൾ ഇറക്കിയിടാം. 9 ഇറക്കിയിട്ടു. ഇനി 4 9 × 4 36 അല്ലേ? അപ്പോൾ 9. 9 × 4 36. ഇനി എത്ര വരും? മൈനസ് ചെയ്യുമ്പോൾ 3. അടുത്ത ആൾ ഇറക്കിയിട്ടു 6. ഇനി 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 തന്നെ അല്ലേ? 9. 9 × 4 36. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1.299 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിന് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. 1.299. ഇവിടെ 9 ആണ് അല്ലേ? 5നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആയി ഒന്നിന് ഇങ്ങോട്ട് എടുക്കാം. ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? ഇത് 29 എന്നുള്ളത് എന്താവും? 29 എന്നുള്ളത് 30 ആവും അല്ലേ? അപ്പോൾ 2930 എന്നാവും. അതായത് 1.3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ 9നെ നമ്മൾ ഇങ്ങോട്ട് ഒന്ന് കയറ്റി എഴുതുന്നു. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണത്? വശങ്ങളുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. 6 സെൻറ്റിമീറ്റർ വശങ്ങളുടെ നീളമുള്ള ഒരു റെഗുലർ ഹെക്സഗൺ, അതായത് സമഷഡ്ഭുജം. ഈ സമഷഡ്ഭുജത്തിൻ്റെ ഏരിയ നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് സമഷഡ്ഭുജത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക എന്ന് നമുക്കറിയില്ല അല്ലേ? നമുക്ക് എന്തറിയാം? സമഭുജ ത്രികോണമാണെങ്കിൽ നമുക്കറിയാം. ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം അല്ലേ? ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഈ ഓപ്പോസിറ്റ് ഉള്ള കോർണറുകൾ കണ്ടില്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത്. ഇവ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഒന്ന് യോജിപ്പിച്ച് നോക്കിയാൽ എല്ലാവരും. ഇപ്പം നോക്കിയേ, ഓപ്പോസിറ്റ് കോർണറിലൊക്കെ ഞാൻ ഇങ്ങനെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 ത്രികോണങ്ങൾ കിട്ടി അല്ലേ? ഈ ത്രികോണങ്ങൾ 6 എന്തായിരിക്കും? ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അതായത് 6 സമഭുജ ത്രികോണങ്ങൾ ഇതേ രൂപത്തിൽ ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാലാണ് ഒരു സമഷഡ്ഭുജം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി ഒരു ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ സമഷഡ്ഭുജത്തിന്റെ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ അല്ലേ?
6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എല്ലാ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ തന്നെ വെച്ചായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ത്രികോണത്തിൻ്റെ ഏരിയ കാണാം അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ഈക്വിലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ എന്താണ്? √3/4 A². അപ്പോൾ നമുക്ക് √3/4 എത്രയാണ്? 6 6². അപ്പോൾ √3/4 ഇൻറ്റു 6ൻ്റെ സ്ക്വയർ 36 അല്ലേ? 36. അപ്പോൾ നമുക്ക് ഇവിടെ 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വരും? 9 × 4 36. 9 × √3 അല്ലേ? 9√3. ഇതാണ് ഏരിയ ഓഫ് ഈക്വിലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ഈ സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ കിട്ടി 9√3. അങ്ങനെയാണ് നമുക്ക് എന്ത് കാണാം? ഈ ഹെക്സഗണ്ട് അല്ലേ? റെഗുലർ ഹെക്സഗണ്ട് ഏരിയ കാണാം. അപ്പോൾ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ. ആറ് ത്രികോണങ്ങളുണ്ട് അല്ലേ? 6 × 9 √3. 9 × 6 54 √3. അതായത് 54 നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? √3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1.732 × 54 ഒന്ന് ഗുണിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് ഗുണിക്കുമ്പോൾ 9 3 4 2 8 എന്ന് കിട്ടും. അപ്പോൾ 1.732 1 2 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. 1 2 3. അപ്പോൾ എന്ത് വന്നു? 93.428 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ 2 കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 8 ആണുള്ളത് അല്ലേ? 5നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് കൂട്ടി എഴുതാം. അപ്പോൾ 93.43 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ഈക്വിലാറ്റർ ട്രയാങ്കിൾ വിത്ത് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. അതായത് ഒരു സമഭുജ ത്രികോണം, അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഏരിയയും ചുറ്റളവും നമ്മൾ കാണണം. അപ്പോൾ ഒരു സമഭുജ ത്രികോണം 3 വശങ്ങൾ ഈക്വൽ, അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചുറ്റളവ് കാണണം, ഏരിയ കാണണം അല്ലേ? അപ്പോൾ ചുറ്റളവ് കാണണമെങ്കിലും ഏരിയ കാണണമെങ്കിലും എന്ത് വേണം? നമുക്ക് എ വേണം അല്ലേ? ഒരു വശത്തിൻ്റെ നീളം കിട്ടണം. വശത്തിൻ്റെ നീളം കിട്ടിയാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? എച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എച്ച് ആണ് തന്നിട്ടുള്ളത് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ എച്ചിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ കണ്ടുപിടിക്കണം അല്ലേ? ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ എച്ച് കാണാനുള്ള ഫോർമുല നാം പഠിച്ചല്ലോ. √3/2 A. ഓർമ്മയില്ലേ? ഇപ്പം നമ്മൾ പഠിച്ച് നിർത്തിയുള്ളൂ. √3/2 A. നമ്മൾ കള്ളി വരച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതാണ് എച്ച് കാണാനുള്ള ഫോർമുല. അതെത്രയാണ്? 12. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി എന്ത് കാണണം? എ കാണണം അല്ലേ? അപ്പോൾ എ എങ്ങനെ കാണാം? നമുക്കറിയാം, ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ അറിയാം അല്ലേ? അതായത് ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ളതും ഇതിൻ്റെ അടിയിലുള്ളതും തമ്മിൽ ഗുണിക്കുക. ഇതിൻ്റെ അടിയിൽ എത്രയാണുള്ളത്? 1 ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് √3 പിന്നെ എ ഇൻറ്റു 1 അല്ലേ ഈക്വൽ ടു എന്ത് വരും? ഇവർ തമ്മിൽ ഗുണിക്കുക. 12 × 2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും അല്ലേ? അപ്പോൾ √3 A ഈക്വൽ ടു 12 × 2 അതായത് 24. അങ്ങനെയാണെങ്കിൽ A എത്ര വരും? A ഈക്വൽ ടു 12 × 2. അതിനെ നാം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഈ ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ √3. ഈ √3 അങ്ങോട്ട് പോകുമ്പോൾ √3. അതായത് 24/√3. അപ്പോൾ നമ്മൾ സാധാരണ √3 അടിയിൽ വരുമ്പോൾ √3 കളയാൻ എന്ത് ചെയ്യാറ്? നമ്മൾ ഓർമ്മയില്ലേ? ഒരു √3 കൊണ്ട് ഗുണിക്കും അല്ലേ? അടി √3 കൊണ്ട് ഗുണിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മോൾ ഭാഗം √3 കൊണ്ട് ഗുണിക്കണം. അതായത് മുകളിലും √3 കൊണ്ട് ഗുണിക്കും, √3 കൊണ്ട് അടിയിലും ഗുണിക്കും. എന്തിനാണ് ഗുണിക്കുന്നത്? ഈ √3 നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ എന്ത് വന്നു? 24 × √3 24√3 √3 × √3 എത്രയാണ്? 3 അല്ലേ? 3. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറി കിട്ടി. 3 ആയി കിട്ടി അവിടെ. ഇനി നോക്കിയാൽ 24 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ അല്ലേ? 8 × 3 24 അല്ലേ? അപ്പോൾ 8 × 3 24. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8√3.
അപ്പോൾ എയുടെ വില കിട്ടി 8√3. അപ്പോൾ ഒരു വശം 8√3. ഇതാണ് ഒരു വശത്തിൻ്റെ നീളം. ഇനി നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? പെരിമീറ്റർ ചുറ്റളവ് എന്താണ്? ഒരു വശത്തിൻ്റെ നീളം 8√3 ആണെങ്കിൽ 3 വശങ്ങളുണ്ട് അല്ലേ? അപ്പോൾ 3 കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി. അപ്പോൾ 3 × 8√3, അതായത് 324√3. അപ്പോൾ നമുക്കൊരു പണിയാം, 24 √3 കൊണ്ട് ഗുണിച്ച് നോക്ക്. 1.732 × 24. അപ്പോൾ നമ്മൾ ഗുണിച്ചപ്പോൾ 4, 1, 5, 6, 8 കിട്ടി അല്ലേ? ഇനി നമുക്കത് വേണം 3 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടണം. 1, 2, 3. അപ്പോൾ 41.568 അല്ലേ? അവിടെ 8 എന്ന് പറയുമ്പോൾ 5-5 കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഒന്നിനും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 5, 6 എന്നുള്ളത് 5, 7 പെരിമീറ്റർ ആണ്, അതുകൊണ്ട് സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? ഏരിയ സമഭുജ ത്രികോണമാണ്, അതുകൊണ്ട് √3/4 A² √3/4 ഇൻറ്റു ഒരു വശത്തിൻ്റെ നീളത്തിലാണ് 8√3. അപ്പോൾ 8√3 ഹോൾ സ്ക്വയർ. അപ്പോൾ √3/4 ഇൻറ്റു 8√3 ഹോൾ സ്ക്വയർ അല്ലേ? 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 8 64. പിന്നെ √3യുടെ സ്ക്വയർ എത്രയാണ്? 3 അല്ലേ? 3. അപ്പോൾ നമുക്ക് നോക്കിയാൽ 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും അല്ലേ? എത്ര പ്രാവശ്യം പോകും? 6ൽ ഒരു പ്രാവശ്യം പോകും. അപ്പോൾ 4, പിന്നെ അവിടെ 2 ഉണ്ട്. അപ്പോൾ 24. 24 6 4 24 6. അപ്പോൾ എന്ത് വന്നു? 16 × 3. എത്ര വരും? 16 × 3 48 അല്ലേ? 48√3. അപ്പോൾ √3 വില ഒന്നിട്ട് ഒന്ന് ഗുണിച്ച് നോക്കിയേ. 1.732 × 48. അപ്പോൾ നമ്മൾ ഗുണിച്ചപ്പോൾ 8, 3, 1, 3, 6 കിട്ടി അല്ലേ? ഇനി നമ്മൾ എത്ര സ്ഥാനം നീക്കി കുത്തിരണം? 1.732 1, 2, 3. അപ്പോൾ 1, 2, 3. അപ്പോൾ ഇവിടെ കുത്തു വരും. =83.136 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടി കൂട്ടി എഴുതാം. 14. ഏരിയയാണ്, അതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കതിൽ 1, 2, 3 ചോദ്യങ്ങൾ കൂടി ഉണ്ട് അല്ലേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.